എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ വർഷഫലമാണ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെ, ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണി നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Drive, steadfastness, achievement, embrace, reflection, insight. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ, ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ ചിങ്ങം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിങ്ങമാസത്തിൽ തുടങ്ങുമ്പോൾ 2024 ചിങ്ങം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ശുഭവാർത്തകൾ കേൾക്കാൻ കഴിയും. അപ്പോൾ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നല്ല ശുഭമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ശുഭമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാനായിട്ട് പറ്റുന്ന ഒരു സമയം തന്നെ ഈ ഒരു ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് പോകുന്തോറും ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ, ഈ ഒരു മുന്നോട്ടേക്കുള്ള വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെ ഏറിയിരിക്കുന്ന ഒരു പൊതുവെ നിങ്ങൾക്ക് സ്വയം ഒരു ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളില് കോൺഫിഡൻസ് അതായത് ആത്മവിശ്വാസം കൂടുതലായിട്ട് വരുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതിൽ പൊതുവെ ഒരു തളർന്ന ഒരു രീതിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്, വീണ്ടും നിങ്ങൾ മുന്നേറുന്ന സമയമാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ കുറച്ച് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ജീവിതം, അല്ലെങ്കിൽ വീണ്ടും ഒരു മുന്നേറ്റമാണ് നിങ്ങൾക്ക് സാധ്യത. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലിയോ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരേപോലെ ചിന്തിക്കുന്ന പല ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ടുള്ള സൗഹൃദം, ഒരേ ലെവലില് നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് ഗഹനമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അതുപോലെയുള്ള നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ പല ഫ്രണ്ട്സും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിൽ നിങ്ങളുടെ തലത്തിൽ ഒരു ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന തലത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, എന്തിനെക്കുറിച്ചിട്ടും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന തലത്തിലുള്ള ആളുകളുമായിട്ടുള്ള സംസർഗവും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം ജീവിതത്തിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ലൊരു സമയമാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മുന്നേറ്റം, സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം. അപ്പൊ അത് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷെ ജോലിയിൽ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആവാം. അതുപോലെ തന്നെ യാത്ര കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ട്രാവലാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു വർഷം കൊണ്ടുവരുന്നുണ്ട്. വർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു യാത്രയോട് കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ ആ വർഷത്തിന്റെ തുടക്കം തന്നെ ഒരു യാത്രയായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും പൊതുവെ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ എനിക്കിതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനഃചാഞ്ചല്യം എപ്പോഴും, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ട്. അയ്യോ ഇത് ശരിയാണോ അല്ലയോ, പോയി കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരിക, അതിലേക്ക് തന്നെ വീണ്ടും പോവുക, അങ്ങനെ ഇങ്ങോട്ടേക്കും പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതായത് ചുറ്റുപാടിനും അനുസരിച്ചിട്ട് ഇപ്പോൾ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്താൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ തീരുമാനം മാറുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ആ ഒരു ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക, വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വർഷം പൊതുവെ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവ രീതി ഉള്ള ഒരാളാണെങ്കിൽ പോലും ഈ ഒരു വർഷം അതിന് നിങ്ങൾ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ അങ്ങനെ ഒരു
ആ, ആ, ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവർ ചേഞ്ചിങ്, എപ്പോഴും മാറ്റങ്ങൾ. അതായത് ഒരു കാര്യം എടുത്ത് അത് ഇനി ഇത് ശരിയാവുമോ അല്ലെങ്കിൽ സംശയം അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങൾ എടുത്ത് തീരുമാനത്തിൽ നിന്ന് പുറകോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്കുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും ഒരു ചലഞ്ച് വരികയാണെങ്കിലും അതിനെ എതിർത്ത് തോൽപ്പിച്ച് അതിനെ അതിജീവിച്ചിട്ട് നിങ്ങൾ നടന്നു തുടങ്ങിയ പാതയിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയും. അപ്പോൾ അതായത് നിങ്ങൾ ചില ആളുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് എടുത്തു, അപ്പോൾ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നു, കോളേജ് മാറേണ്ടി വരിക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും അത് എന്നാൽ ഈ കോഴ്സ് പെട്ടെന്ന് ഇതിൽ നിന്ന് മാറാമെന്ന് പലരും ചിന്തിക്കുമ്പോഴും നിങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. അതിൽ ആ കോഴ്സ് തന്നെ നിർത്തിക്കൊണ്ട് എന്ത് മാറ്റം ബാക്കിയുള്ള കാര്യങ്ങളിൽ വരുത്താം എന്ന് ചിന്തിക്കുന്നില്ല. അതായത് വളരെ പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടാവാം, നിങ്ങളൊരു സ്ഥലം മാറ്റം, ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവാം, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ശരിയല്ല എന്ന് തുടക്കത്തിൽ ഒരു തോന്നൽ വന്നാലും പിടിച്ചു നിന്നിട്ട് അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വർഷം എന്ന് വെച്ചാൽ അച്ചീവ്മെന്റിന്റെ വർഷമാണ്. അതിപ്പോ ജോലി ആയാലും വിദ്യാഭ്യാസമായാലും കുടുംബജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലും ഒത്തിരി സന്തോഷം, റിദ്ധിയും സിദ്ധിയോടും കൂടിയിരിക്കുന്ന ഗണപതി ഭഗവാനെയാണ്. അതായത് ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ഒരു എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സമ്പത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മനസമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരേ സമയം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സന്തോഷവും സമൃദ്ധിയും എല്ലാ അർത്ഥത്തിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷം, ചില ആളുകളെ പറയാൻ ലക്ഷറി എന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചത് ഒന്നും അല്ല, ഒത്തിരി നല്ല നല്ല സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിത രീതി നമ്മൾ പറയില്ലേ, വെറുതെ സമ്പത്ത് എന്നുള്ള രീതിയിലല്ല, വലിയൊരു ഹൈ ലെവൽ നമ്മൾ പറയല്ലോ, ആ ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. അതിനർത്ഥം നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ വളരെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, എത്തിക്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യത്തിന് മോറൽ ആയിട്ട്, അതായത് നിങ്ങൾക്ക് വളരെയധികം ചെയ്യുന്ന പ്രവൃത്തി വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് മറ്റുള്ളവരെ കാണിക്കാനല്ല, നിങ്ങൾ ഇപ്പോൾ ചില ആളുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണുന്ന ലെവലിൽ വളരെ സത്യസന്ധതയുണ്ടാകും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ മറ്റുള്ളവരെ കാണിക്കാനല്ല, നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ വളരെയധികം സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളതാണ്. നമ്മളോട് നുണ പറയരുത് എന്ന് പറയുമല്ലോ, ആ ഒരു എനർജിയാണ്. അപ്പോൾ അതിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ സ്നേഹമാണ് ചുറ്റിനുമുള്ള ആളുകൾക്ക്, കാരണം ഇവിടെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ്, നേരത്തെ പറഞ്ഞു, സൗഹൃദങ്ങൾ ലഭിക്കുന്നുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് തേടി വരുന്ന ഒരു സക്സസ് ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ ഒത്തിരി എന്താ പറയാ മനുഷ്യത്വം മറ്റുള്ളവർ നിങ്ങളോട് കാണിക്കും, നിങ്ങൾ മറ്റുള്ളവരോട് മനുഷ്യത്വം കാണിക്കുന്നു. ഒരു ബന്ധമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനും, ഒരു ബന്ധമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നുണ്ട്, ഫാമിലിയിൽ നല്ല സംതൃപ്തി, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. അതേപോലത്തെ ഒരു എനർജി മെറ്റീരിയൽ സക്സസ് മാത്രമല്ല, പൊതുവെ ജീവിതത്തിൽ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ട് മാറാൻ പറ്റുന്ന എനർജിയാണ്. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ, നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്കൊരു പക്ഷേ പാരന്റ്സിനെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ നിന്നിട്ടുള്ളവരല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ ഇന്നതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആളല്ല നിങ്ങൾ, മറിച്ച് നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ നിയോഗം എന്താണ്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിലോസഫിക്കലായിട്ടുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ പല സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പാർട്ടിൽ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മേഖലയിൽ, ഇപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സാഹചര്യം, പഠിക്കാനോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ജോലിയോ, അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവിടെ സെറ്റിൽ ആവാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതോ, അങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തുകയാണ്. കാരണം നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇൻസൈറ്റ് ആണ് വളരെയധികം, നമ്മൾ പറയും നിങ്ങളുടെ ദീർഘവീക്ഷണം, ദീർഘദൃഷ്ടി എന്നൊക്കെ പറയുന്നത്, ഇൻറ്റ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാ കാര്യം അറിഞ്ഞ് കണ്ടറിഞ്ഞായിരിക്കും ചെയ്യുന്നത്.
സാമൂഹ്യ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ആതുര സേവന രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉയർച്ചയുള്ള സമയമാണ്. ഇനിയിപ്പോൾ അല്ലാത്ത ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ സാമൂഹ്യ സേവനം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹം ഒത്തിരിയുള്ള സമയമാണ്. പുതിയ ജോലി, പുതിയ വീട്, പുതിയ കാറ്, അതായത് പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സ്വന്തം അധ്വാനത്തിലൂടെ എന്നുള്ളത് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ താങ്ക് ഗോഡ്, ബി ഗ്രേറ്റ്ഫുൾ, വളരെയധികം നന്ദി പ്രദർശിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.